ഡിപ്രഷൻ്റെ ഹാങ് ഓവറൊക്കെ മാറി രാവിലെ ശനിയാഴ്ച എടുക്കുന്ന വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കും. രാവിലെ 6 മണി 6:10 റെഡിയായി. ഇന്ന് റിപ്പോർട്ടിംഗ് ടൈം 6:50 6:55 മുമ്പ് തന്നെ എത്തണം. അപ്പോൾ 6:50 രാവിലെ ഏർലി മോർണിംഗ് നമുക്ക് റിപ്പോർട്ടിംഗ് ടൈമാണ്. ഇപ്പോൾ മോനും കൺസർവേഷനിസ്റ്റിൻ്റെ ജേഴ്സിയാണ് അവനുള്ളത്, സ്പോർട്സ് യൂണിഫോമാണ് അവൻ്റെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കറക്റ്റ് ഒരു 6:20 25 വീടൊക്കെ ലോക്ക് ചെയ്ത് ഹോസ്റ്റലിലത്തെ റൂമൊക്കെ ആക്കിയിട്ട് ക്ലോസ് ചെയ്തിറങ്ങി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുതിര തന്നെ നമ്മുടെ സ്കൂളിലെ ഹോഴ്സ് റൈഡിങ് നടത്തുന്ന കുതിരയാണ്. അപ്പോൾ അവനെ കൊടുന്ന് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഒരു നല്ല അത്യാവശ്യം പുല്ലുള്ള ഒരു സൈഡിൽ കെട്ടി നിർത്തിയിട്ട് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മുട്ട പറമ്പാക്കിയിടും. അതാണ് അവൻ്റെ ഒരു പ്രത്യേകതയുള്ളൊരു ഹോബിയാണ്. ഭയങ്കര കുറുമ്പുകാരനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ സ്പോർട്സ് ഇനോഗ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ മാരത്തോണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഓടണം, സ്റ്റാഫ് ഓടണം. ഞാനും അവനും ഒരേ സ്കൂളിലായതുകൊണ്ട് അവൻ സ്റ്റുഡൻ്റായിട്ട് ഓടുന്നുണ്ട്, ഞാൻ സ്റ്റാഫായിട്ട് ഓടുന്നുണ്ട്, മോൻ്റെ അമ്മയായിട്ടുമാണ് ഓടുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് മാരത്തോണാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ത്രില്ലുണ്ടല്ലോ, ഒരു പ്രത്യേക രസമാണ്. റോട്ടിൽ കൂടെ ഓടുക പറഞ്ഞാൽ നമുക്കത്ര പബ്ലിക് പ്ലേസ് അല്ല, നല്ല അത്യാവശ്യം പ്രൈവസി ഉള്ള ഒരു കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു പ്ലേസിലാണ്. ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൻ്റെ റൗണ്ടിന് ഒരു 3 കിലോമീറ്റേഴ്സാണ് നമുക്ക് മാരത്തോൺ വെച്ചിരിക്കുന്നത്. പിന്നെ ചെറിയ കുട്ടികൾക്കും സ്റ്റാഫിനും അത്രയേ ഉള്ളൂ. പിന്നെ വലിയ കുട്ടികൾക്ക് 5 കിലോമീറ്റേഴ്സിൻ്റെ അവർക്ക് അവിടെ നിന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ആഫ്റ്റർ എന്താ പറയുക, ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം നാട്ടിൽ നിന്ന് മാറി നിന്ന് കുറച്ചൊക്കെ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റുകളും കുറേ ഏറ്റങ്ങളും താഴ്ചകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം. എൻജോയ് ചെയ്യാം. പുറത്തുനിന്ന് നമ്മൾക്കിങ്ങനെ നോക്കി കാണുമ്പോൾ ജീവിതം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ ടെമ്പിളുണ്ട്, അമ്പലമുണ്ട്, സരസ്വതി ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ നിന്നും പോകുന്ന വഴിക്ക് നമുക്കവിടെ തൊഴാം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചെസ്റ്റ് നമ്പർ കിട്ടി, 021 അവനെ കിട്ടിയത്. അവനെ റെഡിയാക്കി ഒക്കെ നിർത്തി, സെറ്റിക്ക് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിർത്തി. നമുക്ക് സ്റ്റാഫിനുള്ള ജേഴ്സി വന്നിട്ടുണ്ട്, ദിവ്യ. ഞാൻ ട്രാക്ക് സൂട്ടും ഇതും ഇട്ടിട്ടാണ് പോകുന്നതെന്ന് കരുതി. അത് പക്ഷേ അത്ര ഇതാക്കിയില്ല. അപ്പം നമുക്ക് സ്റ്റാഫിന് ഓടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം എമർജൻസീസ് ഉണ്ടെങ്കിൽ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പറുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഓടിക്കഴിഞ്ഞു, ഓടുന്നതിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഓടിക്കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് നിൽക്കുകയാണ്. പക്ഷെ എന്നാലും ഭയങ്കര എനർജി ആയിരുന്നു, ഒരു പ്രത്യേക വൈബായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. അത് കഴിഞ്ഞ് നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ പൊങ്കലും സാമ്പാറും വടയും പിന്നെ ഇഡ്ഡലിയൊക്കെ ആയിട്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഓട്ടൊക്കെ കഴിഞ്ഞ് മോനൊക്കെ എടുത്ത് നമ്മൾ നേരെ സ്കൂളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്താണ് ഈ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഈ ഒരു 36 ഇയേഴ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷം മനസ്സിന്. അപ്പോൾ അതാ ഒരു പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഞാൻ ചുമ്മാ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് പിന്നീട് കാണുമ്പോൾ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിതോടെ പോസ്റ്റ് ചെയ്തിടുന്നത്. നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് തിരിച്ച് പുറകിലേക്ക് നോക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പം പടികിട്ടൻ ക്ഷീണിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോൾ അതേ അങ്ങനെ ഞങ്ങൾ തിരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് കേട്ടോ. പുള്ളിക്കാരി ആൾ നല്ല വൈബാണ്. പിന്നീട് ഞാൻ ആളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ.